തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുകയാണ് ഞാൻ ഹിന്ദു വിരുദ്ധനല്ല എന്ന്. ഈ സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ സതീശൻ പറയുന്നതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ്. എന്താണ് അത്? ഇനി ഇത്രയും നാൾ അങ്ങനെ അല്ലായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ഞാൻ അങ്ങനെ ആണെന്ന് പറഞ്ഞാൽ അങ്ങനെയെങ്കിലും വല്ല പാവപ്പെട്ട ഹിന്ദുവിൻ്റെ വോട്ട് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ. കോൺഗ്രസ് വോട്ട് ബാങ്കുകൾ അത് അതായത് ആ വോട്ട് ബാങ്ക് കോൺഗ്രസ് വിടുന്നുണ്ട് എന്നുള്ളൊരു ഭയം വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. കാരണം ഇവരുടെ ഹിന്ദു വിരുദ്ധ നയങ്ങളിൽ ട്രഡീഷണലായിട്ടുള്ള ഹിന്ദുക്കളായുള്ള കോൺഗ്രസ്സുകാർ ആ വോട്ട് ബാങ്കിന് വിള്ളൽ വരണമെന്ന് തീർച്ചയാണ്. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ വ്യക്തികളോട് സംസാരിക്കുമ്പോൾ തന്നെ ട്രഡീഷണലായിട്ട് അവർ കോൺഗ്രസ് വോട്ടേഴ്സാണ്. ഈ പ്രാവശ്യം ഞങ്ങൾ ചെയ്യില്ല എന്ന് പറയുന്നവരുണ്ട്. ഈ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയ്ക്ക് സതീശൻ്റെ പെർഫോമൻസിനോട് അങ്ങേയറ്റം ഇഷ്ടക്കുറവുള്ളവരാണ് കോൺഗ്രസ്സുകാർ. അപ്പം അതുകൊണ്ട് ഞാനും ഹിന്ദുവാണ് എന്നുള്ള ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ സതീശൻ്റെ കാര്യം പറയുമ്പോൾ വി ഡി സതീശൻ CAക്കെതിരെ വലിയ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പറഞ്ഞു. പക്ഷേ ശബരിമല വിഷയം വന്നപ്പോൾ വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ച കണക്കായിരുന്നു. അതാണ് അത് ഹിന്ദുവിൻ്റെ കാര്യം വരുമ്പോൾ അങ്ങനെയായിരിക്കും. ഇപ്പോൾ CAയുടെ കാര്യം വന്നാൽ അയക്കറിയാം അത് ഒരു മതത്തിനെതിരല്ല എന്നുള്ളത്. പക്ഷേ അത് ഒരു മതത്തിനെതിരാണെന്ന് പറഞ്ഞ് വരുത്തി തീർത്ത് ഒരു മോഡി വിരുദ്ധമാക്കി എടുക്കാനായിട്ട് ശ്രമിച്ചു. അതാണല്ലോ കോൺഗ്രസും CPM എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ ശബരിമല കാര്യം മാത്രമല്ല, ഇപ്പോൾ ബാക്കി ഏത് ഹിന്ദു കാര്യം വന്നാലും അങ്ങനെ തന്നെ സതീശൻ പെരുമാറാറുള്ളൂ. ശബരിമല എന്ന് മാത്രമൊന്നുമില്ല. എന്തായാലും ഇപ്പോൾ വഖഫ് വന്നു. വഖഫ് വന്നാൽ ഹിന്ദുവിനെ മാത്രം ബാധിക്കുന്ന പ്രശ്നമൊന്നുമല്ല. ഇപ്പം മലമ്പത്തുണ്ടായിരുന്നതിൽ 95 അല്ലെങ്കിൽ 98% ക്രിസ്ത്യൻസ് തന്നെയായിരുന്നു. എന്നിട്ട് ആരുടെ കൂടെ നിന്നത്? അപ്പോൾ അതിനേക്കാൾ വലുതാണ് മറ്റ് പ്രത്യേക സമുദായത്തിൻ്റെ വോട്ട് ബാങ്ക് അതിലും വലുതാണ്. കാരണം ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ഇപ്പോൾ പണ്ടത്തെ അത്രയും കൺസോളിഡേറ്റഡ് അല്ല. അതെന്താണ് അങ്ങനെ? അത് കുറേ പേര് BJP അനുകൂലികളായിട്ടുണ്ട്. അത് തന്നെ കാര്യം. ഈ ഘർവാപ്പസി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കെതിരെയൊക്കെ ഇവർ വലിയ പ്രതിഷേധമൊക്കെ പറയും. പക്ഷേ ഈ മതപരിവർത്തനം അല്ലാതെ നടത്തുന്നതിനെതിരെ പറയാനായിട്ട് സതീശൻ്റെ നാവ് ഇതുവരെ പൊങ്ങിയിട്ടില്ല. അത് പൊങ്ങില്ല. ഇപ്പോൾ പെന്റിക്കോസ്റ്റ് വിഭാഗക്കാർ വീട് തോറും നടന്ന് പ്രചാരണം നടത്തുന്നുണ്ട്. സതീശൻ അതിനെതിരെ പറയില്ല. അതുപോലെ ഇവരുടെ പല തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് സിസ്റ്റത്തിൽ കൊണ്ടുപോകുന്ന രീതികളുണ്ട്. അപ്പം അതിനെ പറ്റിയിട്ട് അങ്ങനെ പല സ്ഥലങ്ങൾ ഞാനിപ്പോൾ സ്ഥലങ്ങൾ പേരെടുത്ത് പറയുന്നില്ല. ആ കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും പറയില്ലല്ലോ. ഘർവാപ്പസി പറയും. ഘർവാപ്പസി പറഞ്ഞത് മൈനോറിറ്റി വോട്ട് ബാങ്ക് ഉദ്ദേശിച്ചിട്ടാണ്. സതീശൻ എന്താണ് പറവൂരിൽ ഹിന്ദു വോട്ട് കിട്ടില്ല എന്നുള്ളൊരു ഭീതി കൂടി ഉണ്ടാവുക? പൊതുവായിട്ടൊരു ഹിന്ദു വോട്ട് ബാങ്ക് പോകും എന്നുള്ള ഭയത്തിനപ്പുറം പറവൂരിൽ സതീശന് ജയം അപ്രാപ്യമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു പേടിയുണ്ടോ സതീശന് പേടിയുണ്ട്. അതിന് പല റീസണുണ്ട്. ഒന്ന്, ഈ ഹിന്ദുത്വക്കെതിരായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള പ്രസംഗങ്ങളും കാര്യങ്ങളും പ്രവർത്തനങ്ങളും, ജമാഅത്ത് ഇസ്ലാമിയായിട്ടുള്ള ഈ ബന്ധം, കൂടാതെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ലെഫ്റ്റനൻ്റായിരുന്ന ലേഡി വത്സല പ്രസന്നകുമാർ അല്ലേ, അവർ മാറുന്നു, BJPയിലേക്ക് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ അയാൾക്ക് നല്ല പേടിക്കാനുള്ള നല്ല സാധ്യതകളുണ്ട്. ഈ ഒരുവിധപ്പെട്ട എല്ലാ മുസ്ലിം സംഘടനകളുടെയും വോട്ടുണ്ട്. ആ വോട്ട് വേണ്ടിയിട്ടാണല്ലോ ഇവരെ എല്ലാം ചേർത്ത് നിർത്തുന്നത്. ഈ ചേർത്ത് നിർത്തിയതിന് ശേഷം ഇപ്പോൾ വന്ന് ഹിന്ദു വിരുദ്ധനല്ല എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദു വോട്ട് തനിക്ക് കിട്ടുമെന്നുള്ള അതൊരു പ്രായോഗിക ബുദ്ധിയാണ്. അത് എന്താ പറയുക, ഒരു ലാസ്റ്റ് റിസോർട്ട് എന്ന നിലയ്ക്ക് ചെയ്യണത് അത്. കാരണം പല കാര്യങ്ങളും ഇവരുടെ പാർട്ടി ഹിന്ദു വിരുദ്ധ പാർട്ടി. അപ്പോൾ പാലക്കാട് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി റസാഖ് എന്നാണ് അയാളുടെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. ഈ മനുഷ്യൻ മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചപ്പോൾ അതിലെ ആഹ്ലാദപ്രകടനത്തിൽ പങ്കെടുത്തിരുന്നു എന്ന് പറഞ്ഞ എൻ്റെ വീഡിയോ വന്നിരുന്നൊക്കെ പറഞ്ഞ റിപ്പോർട്ട് കണ്ടു. അപ്പോൾ അദ്ദേഹം പ്രത്യേകിച്ചൊരു പാർട്ടിയൊന്നുമല്ല, വ്യവസായിയാണ്. LDF സ്ഥാനാർത്ഥിയാക്കി നിർത്തി. ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഒരു കാലത്ത് ഇവരെല്ലാവരും
ഇപ്പോൾ SDPI ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ച മാങ്കൂട്ടത്തിൻ്റെ വിജയം ഡിക്ലെയർ ചെയ്തപ്പോൾ ആദ്യം സന്തോഷപ്പെടാൻ തുടങ്ങിയത് കോൺഗ്രസ് അല്ല. അപ്പോൾ ആ നിലയ്ക്ക് ഇവരൊരു ഹിന്ദു വിരുദ്ധരല്ലെങ്കിൽ പ്രോ മുസ്ലിം ആണ് എന്നുള്ളൊരു ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അപ്പം അത് മാറ്റാനായിട്ടുള്ള എന്തെങ്കിലും ശ്രമം നടത്താമെങ്കിൽ നടക്കട്ടെ. ഈവൻ പറവൂരത്തെ വോട്ട് ബാങ്കെങ്കിലും നിലനിർത്താൻ പറ്റുമോ നോക്കാമെന്നുള്ള ശ്രമമാണ്. കാരണം പറവൂർ ഹിന്ദു വോട്ട് ബാങ്കാണ്. പക്ഷെ അതേസമയം തന്നെ LDFും ഇത്തരത്തിൽ സമുദായ സംഘടന, മുസ്ലിം സമുദായ സംഘടനയുടെ വോട്ട് വാങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം PDPയുടെയൊക്കെ വോട്ടാണ് വാങ്ങുന്നത്. SDPയുമായിട്ടുള്ള കൂട്ടുകെട്ടിൽ നമുക്ക് തൊട്ടുകൂടായ്മയൊന്നുമില്ല എന്ന് പറയുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ പല സ്ഥലത്തും നടക്കുന്ന ഈ വോട്ട് മറിക്കലുണ്ടല്ലോ, BJPയെ തോൽപ്പിക്കാൻ വോട്ട് മറിക്കുക, ഇതിനുള്ള ധാരണ എത്തിയിട്ടുണ്ട്. ഈ പറയുന്ന നയങ്ങൾ ഒക്കെ വിളമ്പുന്ന സതീശന് ഒരു ലേശം ഉളുപ്പുണ്ടാവണ്ടേ വീണ്ടും വന്നിട്ട് ഇത്തരത്തിൽ പറയാൻ? ആ പറഞ്ഞ സംഗതി ഇല്ല, ഉണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. അങ്ങനെ സംഭവിക്കില്ല. അങ്ങർക്ക് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ചിട്ട് ആർക്കാണ് ഒരു പ്രാമുഖ്യം ഉണ്ടാവുക? UDF LDFിനാണോ UDFിനാണോ? അത് പറയാൻ സാധിക്കില്ല. ഞാൻ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞിട്ടുള്ളതിൽ തന്നെ ഇപ്പോഴും നിൽക്കുന്നത്. കാരണം BJPക്ക് കുറച്ച് സീറ്റുകൾ അധികം കിട്ടുകയാണെങ്കിൽ ഒരു 2 ഡിജിറ്റ് ആയിന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരാൻ പോകുന്നത് ഹങ് അസംബ്ലി ആയിരിക്കും. ഹങ് അസംബ്ലിയുടെ കാര്യം പലരും പറയുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പോഴത്തെ ഒരു സാധ്യത അതിന് കൂടുതലുണ്ട്. അപ്പോഴും ആർക്കൊപ്പം നിന്നാലാണ് ഒരു സഭ ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളതുണ്ടല്ലോ. അത് ഇപ്പോൾ CPMനാണ് 1-2 സീറ്റോ അല്ലെങ്കിൽ മറ്റവർ കുറച്ച് കൂടുതൽ കിട്ടിയാണ് ഹങ് അസംബ്ലിയുടെ അവസ്ഥയാണെങ്കിൽ ഞാൻ പറയാം, ലീഗിന് ഈസിയായിട്ട് അങ്ങോട്ട് പോകാമല്ലോ. ലീഗിനെ സ്വീകരിക്കാൻ CPM എന്നും തയ്യാറായിരുന്നില്ലേ? എന്നും തയ്യാറായിരുന്നു. അപ്പോഴും BJPയുടെ അല്ലെങ്കിൽ NDAയുടെ നിലപാട് അവിടെ പ്രാധാന്യം അർഹിക്കുന്നുണ്ടല്ലോ. NDAയുടെ നിലപാട് പ്രാധാന്യം അർഹിക്കാം. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് സീറ്റ്സ്. അങ്ങനെ ഒരു സാധ്യത വരികയാണ് എന്നുണ്ടെങ്കിൽ ഏതായാലും NDA ഇതിലേതെങ്കിലും ഒരു മുന്നണിയായിട്ടുള്ള ഒരു ഓപ്പൺ ഫ്രണ്ട് അല്ലെങ്കിൽ അലയൻസിന് സാധ്യത ഞാൻ കാണുന്നില്ല. എന്തായിരിക്കും പിന്നീട് ഉണ്ടാവുക? അല്ല, ഇപ്പോൾ ചെറിയ രൂപത്തിൽ LDFന് അപ്പർ ഹാൻഡ് ഉണ്ടെങ്കിൽ മുസ്ലിം ലീഗിനെ അവർക്കെടുക്കാം. ചെറിയ രീതിയിൽ കോൺഗ്രസിന് അപ്പർ ഹാൻഡ് ഉണ്ടെങ്കിൽ കുറേ ചവിട്ടും തൊഴിയും കൊണ്ടും മടുത്തിരിക്കണ CPIക്കാർക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോകാം, UDFിലേക്ക്. അവരൊരു കാലത്ത് ഒരു സഖ്യകക്ഷി ആയിരുന്നവരല്ലേ. കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ രീതിയിൽ സഖ്യകക്ഷിയായിരുന്നു, കേരളത്തിനും സഖ്യകക്ഷിയായിരുന്നു. അച്യുതമേനോൻ മുഖ്യമന്ത്രി, കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായിട്ട് ഭരിച്ചല്ലേ. 7 കൊല്ലം ഭരിച്ചതാണ്. 7 കൊല്ലത്തിലധികം ഭരിച്ചിട്ടുണ്ട്. 69 മുതൽ 77 വരെ എന്ന് പറഞ്ഞാൽ അത് 8 കൊല്ലമായില്ലേ. 69 മുഖ്യമന്ത്രിയാവുന്നു അച്യുതമേനോൻ, നവംബറോ എന്തോ മാസത്തിൽ. 70 വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തി വീണ്ടും മുഖ്യമന്ത്രിയാവുന്നു. അത് 77 വരെയും പോയി. 5 കൊല്ലമാണ്. പക്ഷേ അടിയന്തരാവസ്ഥയോട് ഭരണഘടനയൊക്കെ തട്ടുംപുറത്ത് കൊണ്ട് വെച്ചിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് നീണ്ടുപോയി. അപ്പോൾ അവരൊരുമിച്ച് ഭരിച്ചിട്ടുള്ളവരാണ്. അവർ കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികളാണ് 69 മുതൽ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വീണ്ടും പോണതിന് പ്രശ്നമൊന്നുമില്ല. അവർ ചെയ്തു എന്ന് വരും. കാരണം CPIക്ക് ഒറ്റയ്ക്ക് എന്താ പ്രസക്തിയുള്ള കേരള പൊളിറ്റിക്സിൽ? ഞാൻ വിശ്വസിക്കുന്നില്ല അവർക്ക് ഒറ്റയ്ക്ക് ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇതുണ്ടല്ലോ, ഒറ്റയ്ക്ക് മത്സരിക്കുക എന്നുള്ളത്. അതിൽ അങ്ങനെ മത്സരം വന്നു കഴിഞ്ഞാൽ BJPക്ക് കിട്ടുന്ന പോലത്തെ അതിൻ്റെ എത്ര ശതമാനം കുറവായിരിക്കും CPIക്ക് കിട്ടുക? ഈ കൂടെ ഇവരോട് നിൽക്കുമ്പോഴുള്ള ശക്തിയല്ലേ ഉള്ളൂ അവർക്ക്. ഒരു കാലത്ത് അവർ ശക്തിയായിരുന്നു. നോർത്ത് ഇന്ത്യയിൽ അവർക്ക് ശക്തി ഉണ്ടായിരുന്നു. ഇവൻ ജനസംഘ അവർ ഒരുമിച്ച് ഭരിച്ചിട്ടുണ്ട് ബീഹാറിലൊക്കെ, സംയുക്ത വിധായക ദൾ എന്ന് പറഞ്ഞിട്ട്. ഈ സതീശനിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ സതീശൻ ഇപ്പം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇനിയുള്ള ദിവസങ്ങളിൽ, ആകെ 2-3 ദിവസങ്ങളേ ഉള്ളൂ, ഇതിനുള്ളിൽ എന്തെങ്കിലും ഒരു മാറ്റം, പരിവർത്തനം ഹിന്ദു വോട്ട് ബാങ്കിനുള്ളിൽ സംഭവിക്കുമോ? സതീശൻ്റെ ഈ വാക്കുകൊണ്ട് കോൺഗ്രസിന് അനുകൂലമായിട്ടൊരു ഹിന്ദു വോട്ട് ബാങ്ക് തിരിയുന്നൊരവസ്ഥ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സതീശന് ക്രെഡിബിലിറ്റി ഇല്ലാത്ത ആളാണ്. ശബരിമലയുടെ കാര്യം പ്രജിത തന്നെ പറഞ്ഞു, പ്ലാസ്റ്റർ ഒട്ടിച്ച് നടക്കരുതെന്ന്. വഖഫിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ CPMും കോൺഗ്രസിൻ്റെ 2 കൂട്ടരും നേതാക്കന്മാർ പറഞ്ഞ എന്താ, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങൾ പേടിക്കണ്ട, വേറൊന്നും പറയില്ല.
എങ്ങനെ നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങളുടെ ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്ത് അത് പറയില്ല. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. അവസാനം അവർക്ക് മടുത്ത് പോയില്ല ഇവർ രണ്ടുപേരും വർത്താനം കേട്ടിട്ട്. എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് പറയില്ല. വഖഫിൻ്റെ കാര്യം പറയുമ്പോൾ അവർ മുസ്ലിം ലീഗിൻ്റെ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൻ്റെ കൂടെ ആയിരിക്കും. പിന്നെ വെറുതെ പറയാം. അപ്പോൾ ആ ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇവൻ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഇടയ്ക്ക് പോലും കോൺഗ്രസിന് അനുകൂലമായിട്ട് ഒരു ക്രെഡിബിലിറ്റി ഇപ്പം ഇല്ല, എസ്പെഷ്യലി വഖഫിന് ശേഷം. അപ്പം അതുകൊണ്ട് സതീശൻ്റെ ഈ വാക്കുകൊണ്ടൊന്നും ഒരു പ്രോ കോൺഗ്രസ് ഹിന്ദു എന്താ പറയുക ഹിന്ദു വേവോ ഒന്നും ഉണ്ടാവാനുള്ള ചാൻസ് ഞാൻ കാണുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒന്നും ചെയ്യേണ്ടതേ, നമ്മുടെ ലോഗോ ഉണ്ടല്ലോ, IND എന്നുള്ള ലോഗോയിൽ ഒന്ന് വിരലമർത്തിയാൽ നമ്മുടെ ചാനലിൻ്റെ ആ പ്രൊഫൈൽ തെളിഞ്ഞു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടണുണ്ട്, അവിടെ ഒന്ന് വിരലമർത്തി ആ ബെല്ലൈക്കണും ഒന്ന് അമർത്തിയാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. അത് നിങ്ങൾക്ക് മെസ്സേജ് ഒന്നും ഒന്നും അറിയത്തില്ല, അത് വന്നങ്ങ് പോകത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല, അത് ചെയ്യണം. പിന്നെ നമ്മളൊരു ചാനലിലൂടെ തുടങ്ങിയിട്ടുണ്ട്, C4N C4N മലയാളം. ആ ചാനലും മറ്റാരും പറയാത്ത വാർത്തകൾ തന്നെയാണ് പറയുന്നത്. ഉറപ്പായി ആ ചാനൽ കൂടി C4N C4N മലയാളം ഒപ്പം ഇന്ത്യ ലൈവും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം.